ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എന്താ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കണ അറിയോ? ഇവിടെ നമ്മളെ ടേസ്റ്റിയും ഈസിയും ടേസ്റ്റിയുമായ നല്ല എന്താ കരിഞ്ഞ കായ്പോള ബനാന ഒക്കെ എന്താ കൊളായിട്ടോ മക്കളെ. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഓളെടുത്ത് നിന്ന് കരിഞ്ഞു പോയി. ഞാൻ ഇവിടെ അടുത്ത് വീട്ടിൽ പോയി വന്നപ്പോഴേക്കും ഇതാ 2 കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരി, ഇവിടുത്തെ ചട്ടിന്റെ കുഴപ്പമാണ് കേട്ടോ ഗൈസ്. അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ആലിയാജി ചിരിച്ചൊന്നും വേണ്ട. അപ്പൊ ആലി അങ്ങനെ താത്താനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കരിഞ്ഞീനൊക്കെ ഉള്ള അണ്ടിപ്പരിപ്പ് മീവ എടുത്ത് തിന്നണേമെന്നൊക്കെ. എന്തൊക്കെയുണ്ട് മക്കളെല്ലാരും വിശേഷം? ഇങ്ങനെയാണ് നമ്മളെ ഇന്ന് വൈകുന്നേരത്തെ ചായന്റെ ഇതൊക്കെ. ചായ പറഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും ഇപ്പൊ മരുന്ന് സ്കെച്ച് കണ്ട് ഓതണം. ഓതി കഴിഞ്ഞാൽ നമുക്ക് മൂന്നാമത്തെ ട്രിപ്പ് ചായ. അല്ലെ കുറച്ച് മധുരമുള്ള വെള്ളമായാൽ മതി. അടളരി ഇല്ല, നല്ല മധുരണ്ട്. കുടിച്ചിനെ കണ്ടാ അറിയാം നല്ല മധുരണ്ട്. അപ്പൊ മക്കളെ ഈ കേക്ക് നല്ല രസമുണ്ടെന്നാ പറഞ്ഞിട്ട്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. തടിനതാ തന്നെ സൂപ്പർ. ചട്ടിക്ക് വെച്ച കരിഞ്ഞാലൊക്കെ ചട്ടിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ ആലിയാക്ക്. നമ്മളിങ്ങനെ നിന്ന് ചൂടെടുത്താ. അപ്പൊ നാളെ നമുക്ക് എന്താ ചോറ് നാളെ നമുക്ക് മധുഹൂത്തുണ്ടാക്കിയാലോ? മധുഹൂത്തോ? അതേമാതിരി കൊളാവോ? കൊളായ നമുക്ക് കുറച്ച് കൊളായ എന്താ ചെയ്യാ? കൊളായ എന്നും നല്ല ഒന്ന് കൊള കത്തുന്നുണ്ട്. അന്ന് കൊളായിരുന്നു, നാളെ കൊളായിരുന്നു. അപ്പൊ മധുഹൂത്ത് പറഞ്ഞെത്താ ചിക്കനാ? മജുബൂസല്ലേ? സംഗതി നിങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതൊക്കെ ശരിയാണ്. മധുഹൂതും മജുബൂറും ഒക്കെ ഉണ്ടാക്കി പല ഐറ്റം നിങ്ങൾ ഉണ്ടാക്കിയാൽ നിങ്ങൾ ആക്കൂല. പക്ഷെ ബാക്ക് കൂടെ വരുന്ന ഒറ്റ ഐറ്റംസ് ഇല്ല. അതങ്ങനെ തന്നെയാണ്. അങ്ങനെ വരുള്ളൂ. കാരണം എന്താ അറിയാം, പഞ്ചായത്ത് ഒന്നാണ്. അപ്പോൾ മിക്സി കിടന്ന അരി എന്തിട്ടാലും അതെ ചൂടുള്ള ചായക്ക് മിക്സ് ആക്കിയാലേ ഇത് ഉള്ള പാഞ്ചോ പാഞ്ചൂല്ല ബാക്കാതെ ഭാഗം. പിന്നെ നമ്മള് നല്ല നല്ല സാധനം തിന്നും. എന്നിട്ട് ചോറിൽ വളരെ മോശമായ സാധനം. അതാ അത് ആൾക്ക് പറ്റൂല. നല്ല വേസ്റ്റ്. എന്നാ നാക്കല്ലാട് മോശങ്ങള് മാത്രം തിന്നിട്ട് ഒരു ചോറിൻ്റെ ഒക്കെ നല്ലത്. അത് നമുക്ക് പറ്റുള്ളൂ. പോലെ തീട്ടം, പോലെ മൂത്രം, പോലെ പാല് ഒക്കെ. അതന്നെ എന്തെങ്കിലും മോയി കയറുന്ന അതൊക്കെ കൊടുക്കാനല്ല പറഞ്ഞത്. അതേ പജ്ജിന് കൊടുക്കാം. അപ്പം നമ്മൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാ. പിന്നെ വൈകുന്നേരമായി. ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടാവും അല്ലേ ആലിയപ്പോൾ? പിന്നെ പഠിത്തത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ ഒരു വക കളറിങ്ങാണ്, ഒരു വക ഒക്കെ കളറിങ്ങാണ്. ഇതൊക്കെ ആരതൊക്കെ ഈ ചെയ്യണത്? ഇത് ആലിയാക്കൊക്കെ ഇപ്പോൾ ആവശ്യമുള്ള മുതലത് മദ്രസത്തെ സ്കൂളത്തെ ഒന്നും പഠിച്ചാതെ ഇതുമ്മ കൂടിക്കണേ. അപ്പം ഈ മുട്ട സൂപ്പിൻ്റെ മുട്ട എങ്ങനെ ആയതെങ്ങനെ ബാപ്പു പറഞ്ഞ? എങ്ങനെ ആയതേ മുട്ട എങ്ങനെ ആയതേ ബാപ്പുവാ? ഡിമ്മർ എടുത്താണ്ട് എന്താ കാട്ടി? അങ്ങനെ ആക്കി മുട്ടാക്കി. അപ്പോൾ പിന്നെ മെച്ച ഒന്നായിട്ട് മുട്ടാക്കി അല്ലേ? കുറച്ചാദ്യം
മുട്ടാക്കിട്ടുള്ളൂ. പിന്നെ എല്ലാം കൂടിയാണ് കുഞ്ഞുത്താത്ത മുട്ടാക്കി. ആ കുഞ്ഞുമുത്താത്താൻ്റെ പേര് പറയണ്ട് നല്ല കാര്യമാണ്. പിന്നെ ആയിഷ എൻ്റെ എത്രാമത്തെ ബർത്ത്ഡേ ആണ്? 7 വയസ്സ് പൂർത്തിയായി ആയിഷക്ക്. അല്ലല്ല 7 വയസ്സ് പൂർത്തിയായി. അല്ല ഓളൊന്നാം ഏഴാമത്തെ 6 വയസ്സ് പൂർത്തിയായി 7ാമത്തെ വയസ്സ് കിടക്കുക. ആ അങ്ങനെയാണ്. 6 വയസ്സ് പൂർത്തിയായി 7ാം വയസ്സ് കിടക്കുക. അങ്ങനെയാണ്. ആലിയക്ക് എത്ര വയസ്സായി ആലിയ? എന്താ ജാപ്പണ്ണ നോക്കുച്ചിട്ടാ? അതിന്റെ മോനൊക്കെ ഇപ്പൊ ഒന്ന് ബോസാക്കും. പട്ടടി കൂടെ പിന്നെ അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. നമ്മളെ ഇളച്ചി മക്കളൊക്കെ ഗൾഫിൽ നിന്ന് വരുന്നതും ഒക്കെ എല്ലാവരും കണ്ടില്ലേ. വന്നതും പെട്ടി പൊളിച്ചതും മക്കളൊക്കെ നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഒത്തുകൂടും കേട്ടോ. അപ്പം നമ്മളവിടുത്തെ അയൽവാസികളൊക്കെ പറയാണ് പിന്നെ ഹജ്ജിന് ഉംറക്കൊക്കെ പോയി വരുന്നത് പോലെ ഉണ്ട്, എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പോൾ ഉള്ളൊരു പേരൊന്നും ഇവിടെ അടുത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല, എല്ലാ വീട്ടിലും പോലെ അല്ല ഞങ്ങളെ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ ആദ്യം അങ്ങനെ തന്നെയാണ്. ഉമ്മയും ഇപ്പൊക്കെ ഞങ്ങൾ, അതായത് എൻ്റെ ഇക്കാൻ്റെ ഉമ്മയും ഇപ്പയുള്ള സമയത്ത് തന്നെ ഞങ്ങളിങ്ങനെ തന്നെയാണ്. മരക്കളും പേരക്കുട്ടികളും പേരമരുമക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും നടത്താറുള്ളത്. ആ പാരമ്പര്യം ഞങ്ങളിങ്ങനെ നിലനിർത്തി പോരുന്നുണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ. പിന്നെന്തൊക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ഫാമിലിയിലെ കാര്യങ്ങളൊക്കെ. പിന്നെ എല്ലാവരും അതാത് സ്ഥാനത്തേക്ക് എല്ലാവരും അവനാൻ്റെ വീട്ടിലേക്ക് പോയി. സ്കൂളും മദ്രസൊക്കെ ഉള്ളതല്ലേ, എല്ലാവരും പോയി. ഇന്നിപ്പോൾ അവിടെ പോയിരുന്നു. ഇന്നലെ ഞങ്ങളൊന്ന് ഒരുമിച്ച് കൂടി. അവിടെ ഫ്രിഡ്ജ് എടുക്കാണ്ടായിരുന്നു, മിക്സി, അടുപ്പ്, പിന്നെ അതുപോലെ കുക്കർ, ഇതൊക്കെ ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഉണ്ട്, പക്ഷേ ഒക്കെ ഒന്ന് പുതുക്കാനുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് കടയിൽ പോയിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിലെത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് പോയിട്ടില്ല. ഇന്ന് ഇവിടെ ഒരു ഇക്ക പോയിരുന്നു കേട്ടോ. ഇക്ക പോയി അവിടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് വന്നു. ഇനി 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ പോവും. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് എന്നങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ. എന്നുമില്ലേ കുക്കിങ്ങും ഫങ്ഷനൊക്കെ ആയിട്ട് വരണം. അപ്പോൾ ഇന്ന് കുറച്ച് സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ട്, നല്ല സപ്പോർട്ട് തരുന്നുണ്ട്, കമൻ്റൊക്കെ അറിയിക്കുന്നുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നുണ്ട്. പിന്നെ വീഡിയോ കണ്ടിട്ട് വാട്സപ്പിൽ വരുന്നവരുണ്ട്, വിളിച്ചിട്ട് വിശേഷങ്ങൾ അന്വേഷിക്കുന്നവരുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഭയങ്കര സന്തോഷമാണ് അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെങ്കിൽ നിങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇന്നലത്തെ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ഓഫാണ്. കാരണം അതിലധികം കുട്ടികളല്ലേ ഉള്ളൂ. കുട്ടികളെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കും കമൻറ്റ് ബോക്സ് ഇടയ്ക്കിടയ്ക്ക് ഓഫാകുന്നുണ്ട്. ഞാൻ ഓണാക്കി കൊടുക്കുന്നുണ്ട്, പക്ഷേ പിന്നെ ഓഫാകുന്നുണ്ട്. അത് പിന്നെ നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം നമ്മളെ എഴുത്തും വായനയും പഠിക്കലും കളറിങ്ങും ഒക്കെ കഴിഞ്ഞ് ഇനി നമുക്കുള്ള അടുത്ത പണി എന്താ പറയുക, ചോറ് പറ്റൂല. ചിലർക്ക് ചോറിൻ്റെ വാസന പറ്റുന്നില്ല. പിന്നെ തടി കുറക്കുക എന്നുള്ള കേട്ടോ മുഖ്യ ലക്ഷ്യം. പക്ഷെ അതിന് മുന്നേ തിന്നൊക്കെ തടി കൂടാനുള്ളതും ഇപ്പം ചപ്പാത്തി തടി കുറയുള്ളതും. പക്ഷെ ചപ്പാത്തി തിന്നാൽ തടി കുറയില്ല. എന്താ ചെയ്യുക? ഏതായാലും നമ്മളെ ചപ്പാത്തിയാണ് ഇന്ന് രാത്രി ഇട്ട് നമുക്കില്ല, ഞങ്ങൾക്ക് മാത്രം കാര്യം. ഇത് മീമ തിന്നാ അപ്പം നിങ്ങളെ തടി തന്നാലെ കുറയും.
ഇത് പിന്നെ എങ്ങനെ ഉണ്ടാക്കുക? ആദ്യാക്കും നാളെ തോന്നുന്നു. മക്കളെ എന്നിട്ട് ആ ഉണ്ടന്റെ വലിപ്പം ഇത്ര ചപ്പാത്തി വെച്ച് തിന്നുമല്ലോ. അപ്പം നമ്മൾ ചപ്പാത്തിയൊക്കെ ഇത് അവിടെ അടിപൊളിയായിട്ട് പരത്തി വെച്ചിട്ടുണ്ട്. ഇനിയൊക്കെ ഇതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുത്താൽ മതി. അങ്ങനെ ഇതാ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചപ്പാത്തി ഇതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി വേണ്ടുന്നവർക്ക് ചപ്പാത്തിയും കഴിക്കാം, ചോറ് വേണ്ടുന്നവർക്ക് ചോറും കഴിക്കാം കേട്ടോ. അങ്ങനെ ഒക്കെ ഒന്ന് നന്നായി ഒന്ന് ചുട്ടെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കണം കേട്ടോ. കുറച്ചൊക്കെ സമയം വൈകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇതാ ഭക്ഷണം കഴിക്കട്ടെ. നമ്മൾ ആയിഷമ്മോക്കും ആലിയമ്മോക്കും ഒന്നും എന്താ പറയുക, മീൻകറി ആയതുകൊണ്ട് ഓൾക്കൊക്കെ ഒരു ബാക്കിക്കാണ് കേട്ടോ. പിന്നെ എങ്ങനെയൊക്കെ സോപ്പിട്ട് പിന്നെ എല്ലാവരും കഴിച്ചു. അതിൻ്റെ ഇടയിൽ മീൻ വെള്ളം വറ്റിച്ചതും ഉണ്ട് കേട്ടോ. മീൻ മുളകിട്ടതും മീൻ വെള്ളം വറ്റിച്ചതുമാണ്. അതൊന്നും കാണിച്ചിട്ടില്ല. നല്ല മത്തിയായിരുന്നു കേട്ടോ, നല്ല ചെറിയ മത്തിയായിരുന്നു. അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് മീൻകറി ഒന്നും വല്ലാതെ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെ ബാക്കിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരം മുതൽ രാത്രി വരെ ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അടുക്കളൊക്കെ അടച്ചിട്ട് പൂട്ടി നമ്മളിതാ ഉറങ്ങാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നിങ്ങൾ മറക്കണ്ട. നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിച്ചുകൊണ്ടേണ്ടി. പിന്നെ ഒരു കാര്യം, ഞങ്ങൾ ഉമ്മയും മോളാണ് കേട്ടോ. അത് മോള്, ഞാൻ ഉമ്മ. ഞങ്ങളെ കണ്ട എല്ലാവരും ചോദിക്കും നിങ്ങൾ ഏട്ടത്തി അഞ്ചത്തി ആണോ എന്ന്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ഇടണേ.